അയല കുരുമുളക് ഇട്ട് വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിന് 3 അയല നല്ല കഴുകി വൃത്തിയാക്കി 2 പീസാക്കി വെച്ചിരിക്കുന്നു. തലയോടുകൂടിയുള്ളതാണ്. എല്ലാം വൃത്തിയായി കഴുകിയതാണ്. പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഏകദേശം ഒരു 8-9 വെളുത്തുള്ളി ചതച്ചത്, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളി ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഉലുവാപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇതിന് വേണ്ട മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, കുരുമുളക് പൊടി. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. കുരുമുളക് പൊടി നമുക്ക് ആദ്യമായി 2 സ്പൂൺ കുരുമുളക് പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ട്, ഇത് വറുത്ത് പൊടിച്ച കുരുമുളക് പൊടിയാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. 2 സ്പൂൺ കുരുമുളക് പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കി വയ്ക്കുക. നമുക്കൊരു 2.5 ടീസ്പൂൺ എടുക്കാം. ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർക്കാം. മറ്റ് എരിവുള്ളതൊന്നും ചേർക്കുന്നില്ല. ആകെ 5 പച്ചമുളകും ഈ കുരുമുളക് പൊടിയേ ഉള്ളൂ എരിവിന്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെക്കുക. ഞാൻ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്, ചട്ടിയിലല്ല. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സ്പൂണിന് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ്. ഈ ടൈമിൽ കരിഞ്ഞു പോകാതിരിക്കാൻ ചെറിയ ഫ്ലെയിമിലാക്കുക. അതിലേക്ക് 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടെ. കറിക്ക് പ്രത്യേക ഒരു സ്വാദായിരിക്കും. സമയം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. പെട്ടെന്നൊന്ന് വഴലാനായി കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ സ്പൂണിന് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ബാക്കി കറി തിളയ്ക്കാറാവുമ്പോഴത്തേക്ക് നോക്കാം. എല്ലാം കൂടെ ചെറിയ സിമ്മിലിട്ട് നന്നായി വഴറ്റുക. പുളിയെല്ലാം നന്നായി വഴലട്ടെ. അതിനായി ചെറിയ സിമ്മിലിട്ട് പാത്രം അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അടപ്പ് തുറന്ന് നോക്കാം. എല്ലാം ഒരുവിധം വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം.
1.5 ടീസ്പൂൺ, ഈ സ്പൂണിന് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റാം. പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. പച്ചമണമൊക്കെ മാറി. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ ടൊമാറ്റോ ചേർക്കാം. തക്കാളി അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അതും കൂടെ ഒന്ന് വഴലട്ടെ. ചെറുതായി ഒന്ന് വാടിയാൽ മതി. ഈ സമയം നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർക്കാം. കുരുമുളക് പൊടി എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ചെറിയ സിമ്മിലിട്ട് ഒന്ന് വഴറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. എല്ലാം നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്തി വച്ചിരിക്കുന്ന പിഴുപുളിയുടെ വെള്ളം ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കാൻ വയ്ക്കുക. സമയം പാത്രം തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയ ശേഷം 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച ഒരു തിള വരുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇടാം. പാത്രം തുറന്ന് നോക്കാം. എല്ലാം നല്ലതുപോലെ മസാല എല്ലാം തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം, അയല മീൻ കഷ്ണം ഓരോന്നായി പെറുക്കിയിടാം. ഇത് തലയോട് കൂടിയുള്ള മീൻ കഷ്ണമാണ്. പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക്. അടച്ചു വെച്ച് ചെറിയ സിമ്മിൽ, ടൈമൊന്നും പറയുന്നില്ല, മീൻ വറ്റിച്ചെടുക്കാനുള്ളതാണ്. മീൻ വേകുന്നത് വരെ പാത്രം തുറന്ന് നോക്കാം. എല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. അയല മീൻ കുരുമുളക് ഇട്ട് വറ്റിച്ച് റെഡി. ഞങ്ങളുടെ നാട്ടിലെല്ലാം ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കൊല്ലം സ്റ്റൈൽ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത്, ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. മതി. വെള്ളം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം.
കൊല്ലത്തുകാരുടെ രീതിയിലുള്ള അയലമീൻ കുരുമുളക് ഇട്ട് വറ്റിച്ച് റെഡി. ഈ തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തോട് സെർവ് ചെയ്യാം. തണുക്കാനായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അയലമീൻ കുരുമുളക് ഇട്ട് വറ്റിച്ച് റെഡി. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. എല്ലാം തണുത്തിട്ടുണ്ട്. അയലമീൻ കുരുമുളകിട്ട് വറ്റിച്ച് റെഡി. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.